സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒടുവിൽ ദേവിക സത്യം തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ കൂടെ നിന്ന് ഒറ്റുകൊടുക്കുന്നത് മറ്റാരുമല്ല, സ്വന്തം ഭർത്താവാണ്. ഫയൽ മാറ്റിയതും ഭർത്താവാണെന്നുള്ള സത്യം നന്ദൻ്റെ വായാലെ കേൾക്കുന്ന ദേവികയാണെങ്കിൽ മാക്സിമം നന്ദനിൽ നിന്നും ആ ഫയൽ എവിടെ വെച്ചിരിക്കുന്നു എന്നറിയാൻ ശ്രമിക്കുന്നുവെങ്കിലും നന്ദനാണെങ്കിൽ ഒരടി വിട്ടുകൊടുക്കുന്നില്ല. ഇസബല്ലയ്ക്കും കെവിനും വേണ്ടിയിട്ട് സ്വന്തം ജീവനും അതുപോലെ ഭാര്യയെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ടായാലും വേണ്ടിയില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന നന്ദനെ ശരിക്കും പറഞ്ഞ ദേവിക്ക് പോലും മനസ്സിലാകുന്നില്ല. അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞെങ്കിലും ദേവി ഒന്ന് ചോദിക്കുമ്പോൾ ആ ഫയൽ തൻ്റെ ഓഫീസിലെ ഫയലാണെന്ന് പറഞ്ഞ് നൈസായിട്ട് മുങ്ങാൻ നോക്കുന്നു. എന്നാലും ദേവിക്ക് മനസ്സിലാകുന്നുണ്ട് ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ മറ്റാരുമല്ല നന്ദനാണെന്നുള്ള സത്യം. പക്ഷേ ദേവികയാണെങ്കിൽ ഇതിനെതിരെ പരാതി കൊടുക്കും, കേസ് കൊടുക്കും എന്നൊക്കെ ഉറച്ച് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പേടി നന്ദനെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. മാത്രമല്ല ഇസബലയെ കണ്ട് കെവിനോടും നന്ദൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അതേസമയം കെവിൻ ചേച്ചിയെയും അതുപോലെ നന്ദേട്ടനെയും സഹായിച്ചു എന്നുള്ള ഒറ്റ പേരിനാണ് ശാരിക അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. തൻ്റെ ചേച്ചിക്കും ചേട്ടനും വേണ്ടിയിട്ട് ഇത്രയധികം ഉപകാരം ചെയ്ത കെവിനോടുള്ള ഒരു ആരാധന പിന്നീട് സ്നേഹമായിട്ട് മാറി വന്നതാണ്. എന്നാൽ ഋഷി കൊലപാതക കേസും കെ നായരുടെ ഫയലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഫയലുമൊക്കെ അടിച്ചു മാറ്റിയതിൻ്റെ പിന്നിൽ കെവിനും കൂടി ഉണ്ടെന്നുള്ള സത്യം നമ്മുടെ ശാരികയായിട്ട് തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. എന്തായാലും ഇസബല്ലയോട് നന്ദൻ പറയുന്നുണ്ട്, ഇതുപോലെ ദേവി ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടുകൊണ്ട് വന്നു, എന്താ നന്ദയെ കാണിച്ചത്, ഈ വക കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാൻ പോയത് എന്താണെന്ന് ഇസബല്ല ചോദിക്കുന്ന സമയത്ത് അമ്മയോട് ഞാൻ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അമ്മയ്ക്ക് ഋഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതിൻ്റെ പേര് ഫയൽ നഷ്ടമായപ്പോഴേ അമ്മ എന്നെയാണ് സംശയിച്ചത്. പിന്നെ ചോദിച്ചപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്നും ചോദിച്ച സമയത്ത് സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദേവി കയറി വന്നത് ഞാൻ ശരിക്കും കണ്ടില്ല, പക്ഷെ അവളെല്ലാം കേട്ടു. പിന്നെ എൻ്റെ ഓഫീസിലെ ഫയലാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും ദേവിക്ക് അതൊന്നും കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല. ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്ത മട്ടിനാണ്. ഇനി അവൾ എന്തെങ്കിലും ചെയ്തു കൂട്ടുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ ഇസബല്ലയ്ക്കും അതുപോലെ കെവിനും നല്ല പേടിയാകുന്നുണ്ട്. ഇനി ആ ഫയൽ അവിടെ വെച്ചിരിക്കുന്നത് ബുദ്ധിയല്ലെന്നും എത്രയും പെട്ടെന്ന് ആ ഫയലിങ് എൻ്റെ കയ്യിൽ തന്നേക്കാൻ നമ്മുടെ ഇസബല്ലയാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്. അപ്പം കെവിനും പറയുന്നുണ്ട് ഇസബല്ല പറയുന്നതിലും കാര്യമുണ്ട്, ഇനി ദേവികയും കാണും നന്ദനെ പ്രഷർ കയറ്റിയിട്ട് ആ ഫയൽ തിരികെ കൊടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയുമല്ലോ. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ആരെന്ത് തന്നെ എന്നെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഫയൽ ഞാൻ കൊടുക്കില്ല. ഇപ്പം തന്നെ ദേവിക ഒരുപാട് കരഞ്ഞും അല്ലാതെയും ചോദിച്ചെങ്കിലും ഞാനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം ഇസബല്ലയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ദേവിയേക്കായും തനിക്ക് നന്ദൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നന്ദൻ തനിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നേ എന്നുള്ള രൂപത്തിൽ ഇസബല്ലയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അതേസമയം ശാരികയുടെ ഈ പോക്കും വരവും ഒന്നും രജനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രജനിയാണെങ്കിൽ ആ ഒരു അനിഷ്ടമൊക്കെ ഗിരീഷ് മാഷിനെ അറിയിക്കുന്ന സമയത്ത് ഗിരീഷിനും ചില സംശയങ്ങളില്ലാതില്ല. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നു, അതുപോലെ ശാരികയുടെ പോക്കും വരക്കും ആയാലും ചില മിസ്റ്റേക്ക് ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിലും തുറന്നു പറയുന്നില്ല. കാരണം എന്തിനും രജനിയാണെങ്കിൽ കുറ്റം ഏറ്റുപിടിച്ച് വഴക്കുണ്ടാക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും സിദ്ധാർത്ഥൻ സാറ് വന്ന് ദേവിയോട് ചോദിക്കുന്നുണ്ട് ഫയലിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ മോളെ, അത് നീ കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫയൽ എടുത്തത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാ മോളെ, ആരാ ഫയൽ എടുത്തതെന്ന് സിദ്ധു ചോദിക്കുന്ന സമയത്ത് മറ്റാരുമല്ല അച്ഛാ, നന്ദു അത് അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുമ്പം അതിനു മുമ്പ് തന്നെ പ്രഭാവതി വന്ന് ദേവികയോട് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വെറുതെ വീട്. എന്തായാലും ഈ ഫയൽ നഷ്ടമായതിൻ്റെ പേര് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, സിദ്ധു കൂടില്ലേ, സിദ്ധു എല്ലാം നോക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പം എന്ത് പറഞ്ഞാലും എനിക്ക് ആ ഫയൽ നഷ്ടമായതിൻ്റെ പേര് ഒരു സമാധാനവും ഇല്ല. ആ ഫയൽ കിട്ടുന്നത് വരെ എനിക്ക് ഒന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സിദ്ധു ആണെങ്കിൽ വന്ന് ദേവികയോട് ഫയൽ കിട്ടിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നന്ദു ആണെന്ന് പറയുമ്പോഴത്തേക്കും പ്രഭാവതി അതുപോലെ സിദ്ധു ആകെ ഷോക്കാകുന്നു. മോളെ നീ എന്താ പറയുന്നത്, കെ നായരുടെ പ്ലാന്റ് അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതും പ്രഭാവതിയും നന്ദനും കൂടി ചേർന്നല്ലേ, ഇതിൻ്റെ പിന്നിലും അവനാണെന്നോ, അവനിതെന്താ പറ്റിയത്, നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ മൂടി വെക്കുന്നുണ്ടല്ലോ, നിന്നെ ചതിച്ചുകൊണ്ട് അവൻ എന്ത് നേടിയെടുക്കാനാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നു എനിക്കറിയില്ല അച്ഛാ, എന്തായാലും ഞാൻ ചില കാര്യങ്ങളിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നെ വീണ്ടും ഒറ്റുകൊടുക്കാനും ചതിക്കാനുമാണ് നന്ദൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിയമപരമായിട്ട് നേരിടും. അതിൻ്റെ പേര് ചന്ദ്രോത്ത് വീട്ടിനോ എനിക്കോ എന്തു തന്നെ ചീത്തപ്പേരുണ്ടായാലും ഞാൻ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സിദ്ധു പറയുന്നു അവനാ ഇതിൻ്റെ പിന്നിലെങ്കിൽ എന്ത് തന്നെ ഉണ്ടായാലും നിയമത്തിൻ്റെ മുന്നിലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ അവനെ പൂട്ടിയെ തന്നെ വെച്ചു, ഇനി ഒരു ചതി ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് സിദ്ധുവും നന്ദനെതിരെ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ പ്രഭാവതി മാക്സിമം രണ്ടുപേരും തിരുത്താൻ
നന്ദൻ ഓഫീസിലെ ഫയലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും സിദ്ധുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പ്രഭാവതിയുടെയും ഉത്തരം മുട്ടുന്നുണ്ട്. അപ്പോൾ എന്താകും? സിദ്ധുവും ദേവികയും കൂടി ചേർന്ന് നന്ദനെയും ഇസബെല്ലയും ഋഷിയെയും കെവിനെയൊക്കെ അകത്താക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. അധികം താമസിക്കാതെ ഒരു പോസിറ്റീവ് എപ്പിസോഡ് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ദേവിക ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് പ്രേക്ഷകരായ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ കൂട്ടുകാരെ?